ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അമ്മുക്കുട്ടി. സോ ഇതൊരു മിനി വ്ളോഗാണ്, അതായത് ഗെറ്റ് റെഡി വിത്ത് മീ മിനി വ്ളോഗ്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അതേ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. സോ ആൻഡ് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും കാണുന്നവരൊക്കെ ഇതൊക്കെ ചെയ്യണം കേട്ടോ. ഇന്ന് നമ്മൾ എന്തിനാണ് റെഡി ആവുന്നതെന്ന് പറഞ്ഞു. ഞാനല്ല റെഡി ആവുന്നത്, സ്വന്തമായിട്ടല്ല റെഡി ആവുന്നത്. ഞാൻ ഒരാളെ കൊണ്ടാണ് റെഡി ആക്കിപ്പിക്കുന്നത്. അയാളാണ് കാഴ്ചയ്ക്ക്. സോ ഇപ്പോൾ ക്രീമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പം ഞാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അരങ്ങേറ്റമുണ്ട് നമ്മുടെ കൂത്താട്ടുകുളത്തെ ചിന്നാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ആ അരങ്ങേറ്റം നടക്കുന്നത്. അവളുടെ ക്ലാസിക്കൽ ഡാൻസ് ഭരതനാട്യത്തിൻ്റെ ആണ് കേട്ടോ അരങ്ങേറ്റം നടക്കുന്നത്. സോ അതിന് ഞാൻ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വേറൊരു ഫ്രണ്ടിന് തന്നെ ഹൗസ് വാമിങ് ഫങ്ഷനും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനും കൂടെ പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ഞാൻ റെഡി ആവുകയാണ്. സോ ഇതാ കാവിച്ചേച്ചി എന്തോ തേക്കുന്നുണ്ട് കുറേ. ഓക്കെ, ഇത് ഫൗണ്ടേഷൻ വെച്ചിട്ട് കൺസീലറായിട്ട് തേക്കുന്നതാണ്. കാരണം അവിടെയൊക്കെ കുറച്ച് ഡാർക്കായിട്ടിരിക്കുമല്ലോ, അപ്പോൾ തേക്കുന്നതാണ്. എന്നിട്ട് ഞങ്ങൾ റെഡിയായി പോയതിൻ്റെ ക്ലിപ്സൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ അന്നേരത്തേക്കും ഈ ഫോൺ ഓഫായിരുന്നു. അപ്പോൾ സമയമൊന്നും കിട്ടിയില്ല പിന്നെയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ ഞാൻ വേറെ ഫോണിൽ നിന്ന് എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ മറന്നുപോയി. പിന്നെ തിരക്കും അതൊക്കെ ആയപ്പോഴത്തേക്കും ആകെപ്പാടെ മറന്നുപോയി. പിന്നെയാണ് വീട്ടിലെത്തിയപ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ വീഡിയോ എടുത്തില്ലോന്ന്. അപ്പോൾ ഇപ്പം ഞാൻ പോയത് ബ്രഷ് സെറ്റ് എടുക്കാനായിരുന്നു, കാരണം ഞാൻ എടുക്കാൻ മറന്നു പോയായിരുന്നു. ഓക്കെ, ഇതെന്താ ഒന്ന് ചെയ്യണമെങ്കിൽ ഞാൻ ഓരോന്നിനും ഓരോരോ ബ്രഷ് വെച്ചിട്ടാണ് ഉപയോഗിക്കാറ്. സോ അതിൽ നിന്നൊരു ബ്രഷ് ഞാൻ എടുത്ത് കൊടുക്കുകയാണ്, ഈ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട്. സോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ ഷാഡോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. എനിക്ക് വേണ്ടത് നമ്മൾ ആദ്യം ഐലൈനർ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് കളർ ഐ ഷാഡോ വെച്ചിട്ട് ഐലൈനർ മേളിൽ കൂടെ ഒരു എഫക്റ്റ് കൊടുക്കണം. അതായിരുന്നു എനിക്ക് വേണ്ടത്. അത് കാഴ്ചച്ച് കൃത്യം നന്നായിട്ട് തന്നായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഒരു വിങ് ഇടാൻ വേണ്ടിയായിരുന്നു കുറേ നേരം എടുത്തു ഒരു വിങ് ഇടണമെങ്കിൽ. ഇത് ആക്ച്വലി ഒരു മിനി വ്ളോഗ് തന്നെയാണ്, അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. സോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോഴാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ അവിടെ കണ്ണ് തുറക്കുന്ന സീനൊക്കെയാണ് കാണുന്നത് നിങ്ങൾ. പിന്നെ ഞാൻ കാഴ്ചച്ച് പറഞ്ഞു പിങ്ക് ഐ ഷാഡോ നീ ഇപ്പോൾ ഏതോ ഒരു ഡാർക്ക് കളർ ഐ ഷാഡോ ആണ് കേട്ടോ ഇട്ടത്. എന്നിട്ട് നമുക്ക് പിങ്ക് ഐ ഷാഡോയിലോട്ട് മൂവ് ഓൺ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പിങ്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്ലിറ്ററി ഫീലുള്ളൊരു എഫക്റ്റ് ആയിരുന്നു ബിക്കോസ് എൻ്റെ ഷർട്ട്. ആൻഡ് എനിക്ക് കുറച്ച് പിൻട്രസ്റ്റി ഡ്രസ്സസ് ഉണ്ട്. സോ അതൊക്കെ ഞാൻ വാങ്ങിച്ചത് എവിടെ നിന്നാന്ന് പറയട്ടെ. നമ്മുടെ പെഹനാവയില്ലേ, നിങ്ങൾക്കറിയാൻ മേലായിരിക്കും. മൂവാറ്റുപുഴയിൽ പെഹനാവ എന്ന് പറയുന്നൊരു കടയുണ്ട് നിയർ MCS ഹോസ്പിറ്റൽ. സോ ആ കടയിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത്. ഈ ഷർട്ട് വാങ്ങിച്ചത് അവിടെ നിന്നാണ്. പിന്നെ വേറൊരു ഡ്രസ്സും കൂടെ അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു. അവിടെ ആക്ച്വലി നോക്കിയപ്പോൾ എനിക്ക് അത്ര സെലക്ഷനൊന്നും ഇല്ല. പക്ഷേ പിൻട്രസ്റ്റിയാണ്, കുറച്ചുകൂടെ വലിയവർക്ക് പറ്റുന്ന ഡ്രസ്സൊക്കെ ഉണ്ട് അവിടെ. ഫുൾ സ്ലീവ് ആയാലും ഹാഫ് സ്ലീവ് ആയാലും സ്ലീവ്ലെസ്സും എല്ലാ രീതിയിലുള്ള ഡ്രസ്സസ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെഫറൻസ് കൊടുത്താൽ അവരതുപോലത്തെ ഡ്രസ്സൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. അതിലിഷ്ടപ്പെട്ടതാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു ഗൈസ്, ബിക്കോസ് എൻ്റെ കൈയും ഒരു ഭയങ്കര അടിപൊളിയാണ്. ഇതൊരു ഫുൾ സ്ലീവ് ഡ്രസ്സാണ് കേട്ടോ. ഒട്ടും ചൂടെടുക്കില്ല ഇതിട്ട് കഴിഞ്ഞാൽ. മറ്റേതും ഫുൾ സ്ലീവ് തന്നെയാണ്, അതിട്ടാലും വലിയ ചൂടെടുക്കത്തൊന്നുമില്ല. അത് ക്രോഷേ പോലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ. അതിൻ്റെ ഒരു കോട്ട് പോലത്തെ ഒരു സാധനം വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു വൈറ്റ് ഫുൾ സ്ലീവ് ഒരു ടോപ്പാണ്. അതിട്ടിട്ടാണ് വേണം ഇടാൻ. ഇതിപ്പോൾ ക്യാമറ പറഞ്ഞു പോയതല്ല, കാഴ്ചേച്ചി എടുത്തുകൊണ്ട് പോയതാണ്. സോ ഞാൻ അവിടെ അത് കട്ട് ചെയ്തു. പിന്നെ നമ്മൾ അടുത്ത ഇതായി അതിൻ്റെ കൈ കണ്ടോ ഗൈസ്, അത് ഇച്ചിരി നന്നായിട്ട് ഇരിപ്പില്ലേ. സോ
നിങ്ങൾ കുറച്ച് ചിരിച്ചുകൊണ്ടൊക്കെയാണ് പറയുന്നത്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. പിന്നെ എല്ലാവരും ഇത് മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്നവരോടൊക്കെ ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യാൻ പറയണം. എന്നാലേ ഞാനൊരു വലിയ യൂട്യൂബർ ആകത്തുള്ളൂ ഗൈസ്. അങ്ങനെയാണ് വേണ്ടത്. സോ ഇപ്പം മറന്നുപോയി, കാവ്യശിശിനെ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം തന്നെ കാണിക്കുന്നില്ല. സോ ഇതിപ്പോൾ പുറകിൽ അച്ഛനാണ് നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഐബ്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ഫോണിൽ നിന്ന് എടുത്താണ്, അതാണ് ചെറിയൊരു എന്തോ വ്യത്യാസം പോലെ വന്നിരിക്കുന്നത്. സോ ഐ ഷാഡോ ഇട്ടു, ഐബ്രോസ് ചെയ്തു. ഐബ്രോസ് നല്ല കട്ടിയായിട്ടാണ് ചെയ്തേക്കുന്നത്, ബിക്കോസ് എനിക്ക് കുറച്ചേ ഐബ്രോസ് ഉള്ളൂ. ഡാർക്ക് ആൻഡ് തിക്നെസ് ആയിട്ട് എനിക്കില്ല, പക്ഷെ തിക്നെസ് കുറച്ച് കൂടുതലാണ്. പക്ഷെ അത് ഡാർക്ക്നെസ് ഇല്ലാത്ത ഒരു തിക്നെസ് പോലെയാണ്. സോ അപ്പോൾ അത് നല്ലോണം ഫിൽ ചെയ്തപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ബിക്കോസ് അത് ഇത്തിരി ഡാർക്കായിട്ടിരിക്കുന്നത് എനിക്ക് അല്ലേലും ഇഷ്ടമില്ല. പക്ഷേ ഒരു ഐബ്രോസ് ചെയ്തപ്പോഴായിരുന്നു എനിക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ രണ്ടും കൂടെ ഫിൽ ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു എനിക്ക് തോന്നി. എല്ലാം ഒരു അടിപൊളിയായിരുന്നു. പിന്നെ ഇത് ബ്ലഷാണ്. ഓക്കെ, ബ്ലഷ് ഇച്ചിരി കൂടിപ്പോയായിരുന്നു ആദ്യം ഇട്ടപ്പോൾ. പിന്നെ അത് തുണിയൊക്കെ വെച്ച് തൂത്ത് ഒന്ന് സെറ്റാക്കി എടുത്തപ്പോഴാണ് പിന്നെയും അത് കുറച്ചുകൂടെ അടിപൊളിയായത് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് ഗൈസ്, ഓക്കെ ആ ബ്ലഷ് ബ്ലെൻഡ് ചെയ്തത് ഞാൻ തുറന്നിരുന്നതാണ്. സോറി ഗൈസ്. ഇതൊരു എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി മേക്കപ്പാണ്. എല്ലാവരും ഇങ്ങനത്തെ സിമ്പിൾ മേക്കപ്പ് ചെയ്യൂ. എനിക്ക് ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു, എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു, മേക്കപ്പ് ഇഷ്ടപ്പെട്ടു, ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കാവ്യശിശിനോട് കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കാവ്യശിശി വീഡിയോ കാണുന്നതാണെങ്കിൽ താങ്ക്സ്. ആൻഡ് നമ്മളിവിടെ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ചെയ്തു. പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു, ബിക്കോസ് ഞാൻ കണ്ണാടി നോക്കിയില്ല. കണ്ണാടി നോക്കിയപ്പോഴല്ലേ മനസ്സിലായേ ഇത് ചുമ്മാ ബ്ലഷ് അടിച്ച് വെച്ചേക്കുമായിരുന്നു. കാരണം അത് കൂടുതൽ സാധനം ഇട്ട് വെച്ചു. അപ്പോൾ പിന്നെ അത് തുണി വെച്ചൊക്കെ മായ്ക്കുന്നുണ്ട്. സോ മേക്കപ്പ് ആർട്ടിസ്റ്റിന് AC മാത്രമേ പാടുള്ളൂ. സോ AC ഇട്ട് കൊടുത്തു. മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ ആയാലും ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അവിടെ. സോ ഞാൻ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്, അതൊന്നും എനിക്കിപ്പോൾ ഓർമ്മ പോലും ഇല്ല. ഞാൻ എന്തൊക്കെയൊക്കെ ഇട്ടെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ശരിക്കും. ഞാൻ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരു ക്രീം ഇട്ട് കൊടുത്തത്. എന്തോ ഒരു ക്രീം, ഫെയർ ആൻഡ് ലവ്ലി അങ്ങനത്തെ എന്തോ ക്രീമാണ് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്തു, അതൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ ഐലാഷ് മസ്കാര പിന്നെയാണ് കേട്ടോ. ഞാൻ ഏറ്റവും ലാസ്റ്റാണ് മസ്കാര ചെയ്തത്. പിന്നെയാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ മസ്കാര ചെയ്തില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വേഗം പോവാൻ നേരത്ത് പോയാണ് മസ്കാര ചെയ്തുകൊണ്ട് വന്നത്. അപ്പം 2 സ്ഥലത്തേയും ബ്ലഷ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൻ്റെ ഈ ക്യാമറ എന്തോ പോലെ ഇരിക്കുന്ന കാരണമാണ്. ഇത് വേറെ ഫോൺ വെച്ചിട്ട് എടുത്താണ് കേട്ടോ. ആ ഫോൺ എനിക്ക് അധികം കൈ കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഈ ഒരു ഫോണിൽ എടുത്തത്. സോ അതിൻ്റെ ക്യാമറയിൽ ഞാൻ എന്തോ മേക്കപ്പ് കുറച്ച് കൂട്ടി എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് അത് ഇതുവരെ കളഞ്ഞില്ല ഞാൻ വീഡിയോ ആക്കിയിട്ട്. സോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. അയ്യോ, അപ്പോൾ ഇത് ഒരു അടിപൊളിയൊരു മേക്കപ്പായിരുന്നു. ആൻഡ് ഇത് അടിപൊളിയൊരു ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നതല്ല, ഫൈനൽ ലുക്കായിട്ട് ഞാനൊരു ഫോട്ടോ കൂടെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ എൻ്റേതായിട്ട് തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെയും കൂടെയാണ്. സോ ഐസ് ചെയ്തു, ഒരു വിങ് ഇടാൻ വേണ്ടി കുറേ സമയം എടുത്തു. ആൻഡ് ഇതായിരുന്നു ഞാനൊരു മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ടായിരുന്നു. അപ്പോൾ ബൈ.